ഇമാമിനെ മുൻകടക്കുന്നത് തീർത്തും തെറ്റായ കാര്യമാണ്, നിഷിദ്ധമാണ്, അത് ചെയ്യരുത് എന്ന്. കാരണം ഹദീസുകളിൽ വ്യക്തമാണ്, ഇദാ കബ്ബറൽ ഇമാമു ഫകബ്ബിറു, ഇമാം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിച്ചാലാണ് നിങ്ങൾ തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കേണ്ടത് എന്ന്. അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ചില ആളുകളൊക്കെ ഇമാം ഇങ്ങനെ കൈപൊക്കി, ഇഖാമത്ത് കഴിഞ്ഞ് ഇമാം കൈപൊക്കി അല്ലാഹു എന്ന് പറയുമ്പോഴേക്ക് അല്ലാഹു അക്ബർ എന്ന് പുറത്തുനിന്ന് കെട്ടിയിട്ടുണ്ടാവും. അവന്റെ നമസ്കാരം ബാത്തിലാകും. കാരണം ഇമാം തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിച്ചിട്ടില്ല, ഒരുങ്ങിയിട്ടേ ഉള്ളൂ. അതുപോലെ റുക്കൂയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴേക്ക് മഅ്മൂം പോയിട്ടുണ്ടാവും. സമീഅ അല്ലാഹ് കേൾക്കുമ്പോഴേക്ക് മഅ്മൂം ഉയർന്നിട്ടുണ്ടാവും. സുജൂദിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴേക്ക് മൂപ്പര് പോയി സുജൂദിലേക്ക് എത്തിയിട്ടുണ്ടാകും. ഇതൊക്കെ പാടില്ലാത്തതാണ് എന്ന് നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. പക്ഷേ അങ്ങനെ മുൻകടന്നാലുള്ള ഗൗരവം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ അപകടകരമാണ്, വലിയ തെറ്റാണത് എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ഹദീസ് കൂടി, അത് അന്ന് പറഞ്ഞിട്ടില്ലാത്തൊരു ഹദീസ് കൂടി ഇതിൽ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇമാം റുക്കൂഴ് ചെയ്യുന്നത് വരെ നിങ്ങൾ റുക്കൂഴ് ചെയ്യരുത്, ഇമാം സുജൂദ് ചെയ്യുവോളം നിങ്ങൾ സുജൂദ് ചെയ്യരുത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാരൊക്കെ അള്ളാഹിന്റെ റസൂല് നെറ്റിത്തടം നിലത്തങ്ങ് വെച്ചതായി കണ്ടാലേ ഇവിടെ നിന്നവർ സുജൂദിലേക്ക് കുനിയാറുള്ളൂ എന്ന്, മുതുക് വളക്കാറുള്ളൂ എന്ന്.